ഹലോ മക്കളെ, അപ്പോൾ എക്സാമിനോട് അടുത്ത് എല്ലാവരും പഠിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ്. സാറിന് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പറഞ്ഞു, സാർ പഠിച്ചിട്ട് തീരുന്നില്ല, ഓക്കെ, പഠിച്ചത് മറന്നു പോകുന്നു. മക്കളെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ. നിങ്ങൾ ഈ എക്സാമിനോട് അടുത്തിട്ടുള്ള ഈ ഒരു ടൈമിൽ പഠിക്കാനിരിക്കുന്നു. അത് തന്നെയാണ് റീസൺ. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കും അത് തന്നെയാണ്. നമ്മളിതാ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വൺ ഷോട്ട്, അതുപോലെ തന്നെ മിനി മാരത്തോൺ, ഇതിലൊക്കെ വന്നുകൊണ്ട് മക്കൾ ചോദിക്കുന്ന കാര്യവും, സാർ അതറിയില്ല പറഞ്ഞു തരൂ, സാർ ഇതറിയില്ല അത് പറഞ്ഞു തരൂ എന്നുള്ളതാണ്. അതായത് ഈ മിനി മാരത്തോണും വൺ ഷോട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് പഠിക്കാനാണ്. തെറ്റ് അതാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. അതുകൊണ്ട് തന്നെയാണ് പഠിച്ചു തീരാത്തതും പഠിച്ചത് മറന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഒരിക്കലും ഒരു വൺ ഷോട്ട് മിനി മാരത്തോൺ എന്ന് പറയുന്നത് എന്തല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ള അതിനു വേണ്ടി ചെയ്യുന്ന ഒരു ലൈവല്ല. പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ വേണ്ടി, റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, റിവിഷന് വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, അല്ലാതെ ഈ ഒരു വൺ ഷോട്ടിലൂടെയും അല്ലെങ്കിൽ എന്താണ് മാരത്തോണിലൂടെയും മിനി മാരത്തോണിലൂടെ ഒന്നും നിങ്ങൾ പഠിക്കുകയല്ല ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യുക മാത്രം. അതിൻ്റെ മീനിങ് എന്താ? ഈ ഒരു മിനി മാരത്തോണോ വൺ ഷോട്ടോ ഒക്കെ ആകുന്ന ഈ ഒരു ടൈം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് തീർത്തിരിക്കണം എന്നുള്ളതാണ്. ചെയ്യുന്നില്ല പലരും. നിങ്ങൾക്ക് ഓണം എക്സാമിന് നിങ്ങൾക്കിത് മതിയാവും. അതായത് വൺ ഷോട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു മിനി മാരത്തോണിലൂടെയൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റുന്നുണ്ടാവും. കാര്യം എന്താ ഓരോ സബ്ജക്റ്റിലെയും 1-2 ചാപ്റ്റേഴ്സേ നമുക്ക് ഓണം എക്സാമിനൊക്കെ ഉള്ളൂ. പക്ഷേ ഇനി അങ്ങോട്ട് ക്രിസ്മസ് എക്സാം ആകുമ്പോൾ ഇതിൻ്റെ ഡബിൾ ആവും. പബ്ലിക് എക്സാം ആകുമ്പോൾ അതിൻ്റെയും ഡബിൾ ആവും. പബ്ലിക് എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ഒക്കെ നിങ്ങൾ ഇത് തന്നെ ഫോളോ ചെയ്യാനാണോ നിങ്ങളുടെ പ്ലാന്? അങ്ങനെയാണോ ഒന്നും നോക്കണ്ട. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്ത ഒരു കുഴപ്പമില്ല. നല്ല മാർക്ക് വേണം. അയ്യോ സാർ, മിനി മാരത്തോണും വൺ ഷോട്ടും കണ്ടിട്ട് നല്ല മാർക്ക് കിട്ടിയില്ല എന്നാരും പരാതി പറഞ്ഞേക്കരുത്. അല്ലെങ്കിൽ പഠിച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വയം നമ്മളെ തന്നെ രക്ഷിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പറയാൻ പാടില്ല. ഓക്കെ, മനസ്സിലായിക്കൊള്ളുക. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മിനി മാരത്തോൺ അല്ലെങ്കിൽ വൺ ഷോട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല, റിവൈസ് ചെയ്യാനുള്ളതാണ്. അതിന്റെ മീനിങ് അതിന് മുൻപേ നിങ്ങൾ പഠിച്ചു തീർത്തിരിക്കണം. ഇപ്പൊ പഠിച്ചു തീരാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഇതിന് മുൻപ് പഠിച്ചു തുടങ്ങാത്തത് കൊണ്ട്, എക്സാമിനോട് അടുത്തുള്ള ഈ ഒരു ടൈമിൽ നിങ്ങൾ പഠിക്കാൻ ആരംഭിച്ചതുകൊണ്ട്, സ്റ്റാർട്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, അതിനൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. അവിടെയാണ് ഈ ഒരു പോയിന്റിലാണ് നിങ്ങൾ എന്ത് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബാച്ചിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആദ്യമേ പറഞ്ഞ ഒരു ബാച്ച് നമ്മൾ എന്താണ് എക്സാമിന്റെ 1 month മുൻപ്, ഓക്കെ, നിങ്ങളോട് പറഞ്ഞല്ലേ, 1 month മുൻപേ നമ്മൾ എന്ത് ചെയ്യും? 1 month മുൻപേ നമ്മൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, ഓക്കെ, ഒരു എക്സാമിന് വേണ്ട സിലബസ് 1 month മുന്നേ നമ്മൾ എന്താക്കുന്നു, കവർ ചെയ്യുമെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബാച്ചിൽ അത് കവർ ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾക്ക് എന്താണ് ഈ വൺ ഷോട്ട്, ഈ മിനി മാരത്തോൺ എന്നൊക്കെ പറയുന്നത് റിവിഷനാണ്. പക്ഷേ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാത്ത കുട്ടികളെ സംബന്ധിച്ച് എന്താണ് ഈ ഒരു വൺ ഷോട്ട്, ഈ ഒരു മിനി മാരത്തോൺ എന്നൊക്കെ പറയുന്നത് എന്താണ്? അവരത് പഠിക്കാൻ യൂസ് ചെയ്യുകയാണ്. അതാണ് ഡിഫറൻസ്. അത് മക്കൾ മനസ്സിലാക്കുക. ഒരു ബാച്ചിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് ഈ ഒരു ടൈമിൽ മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്. ഓക്കെ, ഒരു ഓണം എക്സാം നിങ്ങൾക്ക് ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുക, കുറച്ച് സിലബസേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും പബ്ലിക് എക്സാമിൽ നിങ്ങൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യരുത്. തീരൂല എന്നല്ല, നല്ല മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. നിങ്ങൾ പഠിച്ചത് പോലും നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ലോഡാണ്. ഓരോ ചാപ്റ്ററിൽ നിന്നും 10-15 ഓരോ സബ്ജക്റ്റിൽ നിന്നും 10-15 ചാപ്റ്ററുകളാണ്. സോ അത് മനസ്സിലാക്കുക. നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ ലേറ്റ് അല്ല. നമ്മുടെ ലക്ഷ്യം എന്താ? ഓണം എക്സാമിന് മാർക്ക് വാങ്ങുകയാണോ? അല്ല. ക്രിസ്മസ് എക്സാമിന് മാർക്ക് വാങ്ങുകയാണോ? അല്ല. പബ്ലിക് എക്സാമിന് നമുക്ക് മാർക്ക് ഉണ്ടാവണം. അതിലേക്ക് ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാച്ചിൻ്റെ ഒക്കെ ആ ഒരു ഇമ്പോർട്ടൻസ് മക്കൾ മനസ്സിലാക്കുക. നിങ്ങൾക്കറിയാം, ജസ്റ്റ് എന്താണ് നേരത്തെ പഠിക്കുക എന്ന് മാത്രമുള്ളതല്ല, ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ഇതിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് മക്കൾ മനസ്സിലാക്കുക. ഇതൊക്കെ വേണ്ട രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിൽ എത്താൻ പറ്റുള്ളൂ. സോ ഇതൊക്കെ അവൈലബിൾ ആകുന്ന ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ല എന്നതിലൂടെ മക്കൾ എന്താ ചെയ്യുന്നത്? നല്ല മാർക്കിലേക്ക് എത്താനുള്ള നിങ്ങളുടെ സാധ്യതകൾ നിങ്ങൾ ഇല്ലാതാക്കുക ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ജോയിൻ ചെയ്തോ. കാരണം നമുക്ക് ഫ്രീഡം ഓഫർ ഉണ്ട്. 3599 മക്കളെ നമുക്ക് 1 yearലേക്ക് നമ്മുടെ കൊമേഴ്സിന്റെ ജ്വാല ബാച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓഫർ മിസ്സാക്കണ്ട. നാളെയും കൂടി ഈ ഒരു ഓഫർ ഉണ്ടാവും. നാളെ നമ്മളെ August 15th ആണ്. അപ്പം ഈ ബാച്ചിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ മക്കൾ മനസ്സിലാക്കുക. നമുക്ക് നല്ല മാർക്ക് വാങ്ങണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക.
റെഡി? ബാച്ചിലൊക്കെ ഓഫർ മിസ്സാക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കേണ്ടതുണ്ട്, അത്രത്തോളം പഠിക്കാനുണ്ട്. +2 അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം മക്കൾ ഓർത്ത് വെക്കുക. ഓക്കെ, റെഡി? നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട്. ഓണം എക്സാമിനൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവരും. മിനി മാരത്തോണിനൊക്കെ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ.